ഗൾഫ് മേഖലയിലെ സംഘർഷം ഏപ്രിൽ മാസത്തേക്ക് കടന്നിട്ടും ഇറാന്റെ ആക്രമണത്തിന് കുറവില്ല. കുവൈത്ത് വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ടാങ്കിന് കേടുപാടുകൾ സംഭവിച്ചു. യുഎയിലെ ഫുജിറയിൽ ഇറാന്റെ മിസൈൽ തടയുന്നതിനിടെ അവശിഷ്ടങ്ങൾ വീണ് ഒരു ബംഗ്ലാദേശ് സ്വദേശി കൊല്ലപ്പെട്ടു. ഖത്തർ എനർജി ചാർട്ടർ ചെയ്ത ഇന്ധന ടാങ്കറിന് നേരെ ഖത്തറിലും മിസൈൽ ആക്രമണം നടന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ഇത് 5ാം തവണയാണ് ആക്രമണം ഉണ്ടാകുന്നത്. വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് നേരെ ബുധനാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ടാങ്കിന് കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ല. യുഎയിലെ ഫുജിയറിൽ ഇറാന്റെ മിസൈൽ തടയുന്നതിനിടെ അവശിഷ്ടങ്ങൾ വീണ് ഒരു ബംഗ്ലാദേശ് സ്വദേശി കൊല്ലപ്പെട്ടു. ഇതോടെ ഇറാൻ ആക്രമണത്തിൽ യുഎയിലെ ആകെ മരണസംഖ്യ 12ആയി വർദ്ധിച്ചു. ഫുജിയറിലെ ഫാമിലാണ് മിസൈൽ അവശിഷ്ടങ്ങൾ വീണത്. ഇതിനിടെ യുഎയിലെ ഉമ്മൽ ക്വൈൻ എമിറേറ്റിലും ഡ്രോൺ ആക്രമണം നടന്നു. വ്യവസായ മേഖലയിലാണ് സംഭവം. ഇതിൽ ഇന്ത്യക്കാരനെ പരിക്കേറ്റു. ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണാണ് പരുക്കേറ്റത്. ഇതോടെ യുഎയിൽ ആകെ പരുക്കേറ്റവരുടെ എണ്ണം 189ആയി ഉയർന്നു. ബഹ്റൈനിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഒരു കമ്പനി കെട്ടിടത്തിന് തീപിടിച്ചു. സിവിൽ ഡിഫൻസ് തീ നിയന്ത്രണ വിധേയമാക്കി. സൗദി അറേബ്യയിലും നിരവധി ഡ്രോണുകളെ പ്രതിരോധ സേന തകർത്തു. ഖത്തർ എനർജി ചാർട്ടർ ചെയ്ത ഇന്ധന ടാങ്കിന് നേരെയും മിസൈൽ ആക്രമണം നടന്നു. അക്വ 1 എന്ന കപ്പലിന് നേരെ ബുധനാഴ്ച പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത്. കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം മേഖലയിലെ സംഘർഷം ഏപ്രിൽ മാസത്തേക്ക് കടന്നതോടെ ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷാ നടപടികൾ കൂടുതൽ ഊർജിതമാക്കി. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.